വിവാഹ വീട്ടിൽ പോകുമ്പോൾ അവിടെ ബൊഫെ ആണെങ്കിൽ അവിടുത്തെ വെറൈറ്റി ഭക്ഷണം കണ്ട് ചാടി വീഴുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണിൽ കണ്ടതെല്ലാം പരീക്ഷിച്ച് നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ ആമാശയത്തിൽ ദോരം വീഴുന്ന മുട്ടൻ പണി കിട്ടും. അത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. വിവാഹ വീട്ടിൽ ലിക്വിഡ് നൈട്രജൻ ചേർത്ത വെറ്റില കഴിച്ച 12 വയസ്സുകാരിയുടെ ആമാശയത്തിൽ ദോരം വീണ വാർത്തയാണ് പുറത്തു വരുന്നത്. സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. അതികഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ആമാശയത്തിൽ ദോരം വീണതായി കണ്ടെത്തിയത്. അതായത് വിവാഹ സൽക്കാരത്തിന് പോയപ്പോൾ അവിടെ ലിക്വിഡ് നൈട്രജൻ ചേർത്ത വെറ്റില ഈ കുട്ടി കണ്ടിരുന്നു. എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പോൾ തനിക്കും ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഈ പെൺകുട്ടിയും അത് വാങ്ങി കഴിച്ചെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. തുടർന്ന് കുട്ടിയുടെ വയറ്റിൽ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടാൻ തുടങ്ങി. വേദന അസഹനീയമായതോടെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ലിക്വിഡ് നൈട്രജൻ വലിയൊരു അപകടകാരിയാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തി. നിലവിൽ ഈ കുട്ടിയുടെ നില തൃപ്തികരമെന്ന് തന്നെ ആശുപത്രി അധികൃതർ അറിയിക്കുകയാണ്. അതായത് വിവാഹം, ഉത്സവം, ഭക്ഷ്യമേളകൾ തുടങ്ങിയ പരിപാടികളിലൊക്കെ ഇത്തരത്തിൽ ലിക്വിഡ് നൈട്രജൻ ചേർത്ത വെറ്റിലയും മറ്റ് വിഭവങ്ങൾ വിളമ്പാറുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മൾ പുക ചേർത്ത ബിസ്ക്കറ്റൊക്കെ കാണാറുണ്ട്. അതായത് വഴിയോര കച്ചവടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ പുക ചേർത്ത് ഇത്തരത്തിൽ വെറ്റില അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇതെല്ലാം നമ്മുടെ വായിൽ വെച്ച് തരുന്നുണ്ട്. ഉടൻ തന്നെ ആ പുക കെട്ടുപോകുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള ചില പുക ഐസ്ക്രീം, അതുപോലെ പുക ബിസ്ക്കറ്റ് എന്നീ പേരുകളിലൊക്കെ ഇവ അറിയപ്പെടാറുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ കുട്ടികളിലടക്കമുള്ളവർ വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലിക്വിഡ് നൈട്രജൻ അടങ്ങിയ ഭക്ഷണം പോലും കഴിച്ച ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2017 തന്നെ ഗുരുഗ്രാമിൽ ലിക്വിഡ് നൈട്രജൻ ചേർത്ത കോക്ടെയിൽ കുടിച്ച ആളുടെ ആമാശയത്തിലും ഇത്തരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ വാർത്ത പുറത്തു വന്നിരുന്നു. അതേസമയം ഇന്നും പലർക്കും ഈ ലിക്വിഡ് നൈട്രജൻ എന്താണ് എന്നുള്ളത് അറിയില്ല. അതായത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും കാലാവധിയും വർദ്ധിപ്പിക്കുന്നതിനായി ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ ലിക്വിഡ് നൈട്രജൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ നൈട്രജന്റെ അളവ് ഏകദേശം 700 മടങ്ങ് വികസിക്കുന്നതിനാൽ അത് ഭക്ഷണ പാക്കറ്റിനുള്ളിലെ ഓക്സിജനെ ഇല്ലാതാക്കുകയും ഭക്ഷണം ഫ്രഷായി ഏറെക്കാലം നിലനിർത്തുകയും ചെയ്യുന്നു. കാപ്പി, ഉരുളക്കിഴങ്ങ് ചിപ്സ്, നിലക്കടല, വറുത്ത നിലക്കടല ചിപ്സ്, വറുത്ത ഉരുളക്കിഴങ്ങ് എന്നിങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചാണ് പാക്ക് ചെയ്യുന്നത്. ഈ ലിക്വിഡ് നൈട്രജനാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാനായി വഴിയോര ഭക്ഷണശാലകളിൽ ഇവർ ഉപയോഗിക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ നിന്നാണ് വ്യാവസായികൾ ലിക്വിഡ് നൈട്രജൻ വേർതിരിച്ചെടുക്കുന്നത്. വാതക രൂപത്തിലുള്ള 700 ലിറ്റർ നൈട്രജനിൽ നിന്നും വെറും 1 ലിറ്റർ ലിക്വിഡ് നൈട്രജനാണ് ഉണ്ടാക്കാൻ സാധിക്കുക. എന്നാൽ ഇത് ആരോഗ്യത്തിനേറെ പ്രശ്നമുണ്ടാക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ലിക്വിഡ് നൈട്രജൻ അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗവുമായി സമ്പർക്കത്തിലായാൽ ആ ഭാഗം ദ്രവിച്ചു പോകുമെന്ന് തന്നെ പറയുന്നുണ്ട്. മഞ്ഞിൻ്റെ രൂപത്തിലാണ് ഇത് കാണുന്നത്. പക്ഷെ കഴിക്കുമ്പോൾ ചുണ്ട്, നാവ്, തൊണ്ട, ശ്വാസകോശം, ആമാശയം തുടങ്ങി എല്ലാ ഭാഗത്തെയും ഇത് അപകടത്തിലാക്കും. ആമാശയത്തിൽ ഇത് ശിശിരങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവ ശരീരത്തിലെത്തുമ്പോഴാകട്ടെ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയും ആ വ്യക്തി അബോധാവസ്ഥയിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അത് കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവരോ കഴിക്കാതിരിക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ചും വാങ്ങിച്ച് നൽകാതിരിക്കുക. കാരണം ഇത് ആകർഷണം തോന്നി കഴിക്കുന്നതായിരിക്കാം, പക്ഷേ ഇത് ആരോഗ്യത്തിൽ, ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിഗുരുതരമാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ദയവായി ഒഴിവാക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.